ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇന്ന് എങ്ങനെ ക്ലോസ് ആയെന്ന് വെച്ചാൽ 240 പോയിന്റ്സ് നെഗറ്റീവായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത്. സോ ഇനി ഡൗൺ ട്രെൻഡ് പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് 21,521 ആ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ബാങ്ക് നിഫ്റ്റിയെക്കാളും വീക്കാണെന്ന് പറയാം. സൈഡ് വേസിലാണ് പോയത്, കാരണം ഇന്നലെ നല്ല വോളറ്റൈൽ ആയതുകൊണ്ട് ഇന്ന് കമ്പാരിറ്റീവ്ലി നല്ല ഒരു സൈഡ് വേസ് ആണ്. ദെൻ ഫിൻ നിഫ്റ്റി 24 പോയിന്റ്സ് മാത്രമാണ് നെഗറ്റീവ് ആയത്. ഓക്കെ, സോ തുടർന്ന് നമുക്ക് ഒരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ഡൗൺ ട്രെൻഡ് പോയാലും കുറേ സ്റ്റോക്കുകളൊക്കെ നല്ല ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ധനി സർവീസസ്. ഈ ഒരു സ്റ്റോക്ക് 7.19% കയറിയിട്ടുണ്ട്. ടൊറന്റ് പവർ കയറിയിട്ടുണ്ട് 6.19%. ത്രിവേണി ടർബൈൻ ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ പേടിഎം ഇന്നലെ കൂടി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. പേടിഎം നല്ല കയറിയിരിക്കുന്നു 4.41%. ദെൻ പോളിപ്ലെക്സ് 4.21%. MRPL 3.82% കയറിയിട്ടുണ്ട്. ദെൻ സഫയർ ഫുഡ്സ് 3.74. KEI ഇൻഡസ്ട്രീസ് 3.69%. വോക്ഹാർഡ് ഫാർമ, അതുപോലെ RHI മാഗ്നസ്റ്റ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കിലാണ് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയത്. സോ നിഫ്റ്റി 21,850 ബിലോ പോയിരിക്കുകയാണ്. നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 21,521 ആ ഒരു റേഞ്ച് ആയിരിക്കും. പിന്നെ സെൻസസ് 736 പോയിന്റ്സ് ഡൗണിൽ. ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സും റെഡിലാണെന്ന് ട്രേഡ് ആയിരിക്കുന്നത്. ബജാജ് ഫിനാൻസ് ബിഗസ്റ്റ് ഗെയിനറായി, BPCL ബിഗസ്റ്റ് ലൂസർ. ബെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി ബാങ്കും, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി IT സെക്ടറും ആവുന്നു. ഇന്ന് ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഐബുൾ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ആംബർ എൻ്റർപ്രൈസസ് 5.76. BCG താഴേക്ക് പോയിട്ടുണ്ട്. ഗെയിൽ താഴേക്ക് പോയിരിക്കുന്നു. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ നെറ്റ്വർക്ക് 18, ഓക്കെ, ക്രിസിൽ, അതുപോലെ SIS ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കിലാണ്. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്കുകൾ എത്ര പെർസെൻറ്റേജ് ഡൗൺ ആയി എന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിൽ എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതും, ഈ പറഞ്ഞ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നിങ്ങൾ നേട്ടം കിട്ടിയതെന്നും കമൻസിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങൾ സ്റ്റോക്ക് നല്ല അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ, അതുപോലെ ടെക്നിക്കലായിട്ട് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടോ, അതുപോലെ സെക്ടർ വൈസ് സ്റ്റോക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങനെയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതിൽ അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പേടിഎം തുടർന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. 406 റുപ്പീസിൽ ട്രേഡ് ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 505 വരെ പോകും എന്നാണ് യെസ് സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 30% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കായിട്ടാണ് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റോക്ക് മലപ്പുറം ഫൈനാൻസ്. ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഡൗണിലാണ്. ഓക്കെ, സോ 170 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 235 വരെ പോകുമെന്ന് മോർഗൻ സ്റ്റാൻലി അറിയിച്ചിട്ടുണ്ട്. 40% ആണ് റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. 235 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് 170 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം. ഓക്കെ, അതല്ല താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ എടുക്കണ്ട. ദെൻ റാഡിക്കോ കെയ്ത്താനും നല്ല മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ അനലൈസ് ചെയ്യുക, എന്നിട്ട് പറയുക. 6,630 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ പോളിപ്ലെക്സ് കോർപ്പറേഷൻ. അപ്പോൾ ഈ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും
നല്ലോണം അനലൈസ് ചെയ്യുക കേട്ടോ. കാരണം 818 റുപ്പീസിൽ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 820 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിന് ഉണ്ട്. ഓക്കെ, 850 900 ആ ഒരു റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ KPR മില്ല് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്. KPR മില്ലും ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, എന്നാലും ആ ഒരു 810 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം. അപ്പോൾ എല്ലാം ആ ഒരു ലെവലിലാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ആ ലെവലിൽ താഴേക്കാണ് പോകുന്നുണ്ടെങ്കിൽ മേടിക്കരുത്. ഓക്കെ, അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ലോസ് വെച്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മേടിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്കും ഇപ്പോൾ 1434 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1440 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ ഇതിനൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ല 1430 ബിലോ പോവുകയാണെങ്കിൽ മേടിക്കേണ്ട. ഓക്കെ, ദെൻ BDL ഭാരത് ഡൈനാമിക്സ് നല്ലൊരു സ്റ്റോക്കാണ്. ബട്ട് ഈ ഒരു സ്റ്റോക്കിനും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം. സോ 1624 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1630 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിലും വരുന്നുള്ളൂ. അതുപോലെ ഗുജറാത്ത് ഗ്യാസ്, ഇതെല്ലാ സ്റ്റോക്കുകളും ഒരേ ഒരു ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. 521, സോ 525 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരാം. അപ്പോൾ ഈ ഇത്രയും സ്റ്റോക്കിലാണ് ഇനി ബ്രേക്ക് ഔട്ട് ലിസ്റ്റിൽ തരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പം അത് നിങ്ങളും കൂടി നോക്കുക. ITC ഇന്ന് 1.89% താഴേക്ക് പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്കിൽ 419 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് തരാൻ 475 ആണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 weeks to 1 month നമുക്ക് ടൈം ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഈ ടാർഗറ്റ് വരുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ അനാലിസിസ് വേണമെങ്കിൽ മെജോറിറ്റി പറയുന്ന സ്റ്റോക്കിൻ്റെ നമ്മൾ പിക്ക് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകളും അതുപോലെ ഫ്രീ ആയിട്ട് ഇൻട്രാഡേ ഡെലിവറി ടിപ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.